ഇന്ത്യ സമാധാനത്തോടൊപ്പമാണെന്ന് പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ അനധികൃത കുടിയേറ്റങ്ങൾ തടയുന്നതിന് ട്രംപിനോട് സഹകരിക്കും, അതിനുള്ള സഹായങ്ങൾ നൽകും, അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചു കൊണ്ടുവരും. ഇക്കാര്യമൊക്കെ പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. നമുക്ക് മധു കൊട്ടാരക്കരയിലേക്ക് പോകാം അല്ലേ? മധു കൊട്ടാരക്കര ചേരുന്നു ന്യൂ ജേഴ്സിയിൽ നിന്ന്. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ്. അപ്പോൾ ട്രംപ് മോദി കൂടിക്കാഴ്ച ഏറെ ആകാംക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ഇരുവരും തമ്മിലുള്ള ആ സൗഹൃദം അത് നമ്മുടെ രാജ്യത്തിന് ഏത് തരത്തിൽ ഗുണകരമാകുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്? ഗുഡ് മോർണിംഗ് സ്മിത, പ്രവിത. ഇന്ത്യയുടെയും അതുപോലെ അമേരിക്കയുടെയും പുരോഗതിക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നാണ് ഇന്ന് വാഷിംഗ്ടൺ DC-യിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. വൈറ്റ് ഹൗസിലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള 1 മണിക്കൂറിലധികം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. US-ഉമായിട്ട് ഒന്നിച്ചുള്ള ഒരു വികസനമൊക്കെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കും, അതുപോലെ ഡൊണാൾഡ് ട്രംപുമായി യോജിച്ച് പ്രവർത്തിക്കും, India-US ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും. നേരത്തെ ഇവർ രണ്ടുപേരും ഒരേ സമയം അധികാരത്തിലിരുന്ന കാര്യവും മോദി ഓർത്തു. ഇരുവരും അന്ന് പ്രവർത്തിച്ചതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. മോദിയോടൊപ്പം നമ്മുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ, അതുപോലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി നടത്തുന്ന പ്രവർത്തനങ്ങളെ ഡൊണാൾഡ് ട്രംപ് അഭിനന്ദിച്ചു. കഴിഞ്ഞ 4 വർഷത്തെ സൗഹൃദവും പ്രത്യേകം ഡൊണാൾഡ് ട്രംപ് എടുത്തു പറയുകയും ചെയ്തു. ഉറ്റ സുഹൃത്തുക്കളാണ് താനും മോദിയും എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണെ കൈമാറുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. അതുപോലെ ഇന്ത്യക്ക് അമേരിക്കയുടെ എണ്ണയും വാതകവും ധാരാളം വേണ്ടിവരും, അത് ഇന്ത്യ വാങ്ങും. ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ എണ്ണയും വാതകവും US-ന്റെ പക്കൽ ഉണ്ടെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. നേരത്തെ സ്മിത പറഞ്ഞതുപോലെ അനധികൃത കുടിയേറ്റക്കാരുമായി ബന്ധപ്പെട്ടുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള ആ ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചു. നരേന്ദ്രമോദിയുടെ മറുപടി, അമേരിക്കയിൽ താമസിക്കുന്ന സ്ഥിരീകരിച്ച നിയമവിരുദ്ധരെ ഇന്ത്യ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞു. മറ്റു രാജ്യങ്ങളിൽ നിയമവിരുദ്ധമായി താമസിക്കുന്നവർക്ക് അവിടെ താമസിക്കുവാൻ നിയമപരമായി ഒരു അവകാശവുമില്ലെന്നാണ് മോദി അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ബ്ലെയർ ഹൗസിൽ NSAയുടെ മൈക്കിൾ വാൾസും അതുപോലെ എലോൺ മസ്കും അതുപോലെ മലയാളിയായ വിവേക് രാമസ്വാമിയുമായിട്ടും ഒക്കെയുള്ള കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി മോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് എന്നാൽ പ്രതീക്ഷിതമായി പുതിയ തീരുവകൾ പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ സഖ്യകക്ഷികൾ ഉൾപ്പെടെ വ്യാപാര രംഗത്തും മത്സരിക്കുന്നവരെ ലക്ഷ്യം വെച്ച് ഉള്ള താരിഫുകളാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയാണ് US ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുന്ന രാജ്യമെന്ന് ഡൊണാൾഡ് ട്രംപ് എടുത്തു പറയുകയും ചെയ്തു. പ്രത്യേകിച്ച് മോട്ടോർ സൈക്കിളിന് കനത്ത ചുങ്കം ഏർപ്പെടുത്തുന്നത് ഇന്ത്യയിലെ വ്യാപാരത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. ഓർക്കണം, ബ്ലെയർ ഹൗസിൽ നിന്ന് മോദി വൈറ്റ് ഹൗസിലേക്ക് ഈ സുപ്രധാന കൂടിക്കാഴ്ചയ്ക്ക് പോകുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഈ പുതിയ താരിഫുകൾ വന്നിരിക്കുന്നത്. നേരത്തെ പ്രവിത പറഞ്ഞതുപോലെ അമേരിക്കയുടെ ആകാശത്ത് ഇപ്പോൾ 7:45 രാത്രി ചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ വാഷിംഗ്ടണിൽ മോദിയുടെ നേതൃത്വത്തിൽ ചൂടേറിയ ചർച്ചകൾ തുടരുകയാണ്.